എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ബോക്സ് ഓഫീസിൽ വിജയിച്ച രണ്ട് സിനിമകളാണല്ലോ കിഷ്കിന്ധാകാന്ഡവും ARM-ഉം. ഈ രണ്ട് സിനിമകളുടെ 11ാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ടോവിനോ തോമസിനെ നായകനാക്കി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അജേന്ദ്ര രണ്ടാം മോഷണം. നിലവിൽ 11 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ARM എന്ന സിനിമയുടെ 11ാം ദിവസം ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഇന്നലത്തേക്കാൾ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 10ാം ദിവസമായി ഇന്നലത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 1,68,00,000 രൂപയായിരുന്നെങ്കിൽ ഇന്ന് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 2,19,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ 3 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് നേടിയ സിനിമ ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3.5 കോടി 4 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ ഇന്നേ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 38 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 10ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 6 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 കോടി 6.5 കോടി റേഞ്ചിലാണ്. 10 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 64 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 11 ദിവസങ്ങൾ കൊണ്ട് 70 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ ARM എന്ന സിനിമ ഓണത്തിന് റിലീസിനെത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും ARM തന്നെയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ആസിഫ് അലി നായകനായി എത്തിയ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയാണ്. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസം 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ മിസ്റ്ററി ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ കിഷ്കിന്ധാകാന്ഡം. ഒരു ചെറിയ സിനിമയുടെ മഹാവിജയമായി മാറിയ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ 11ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ചിത്രത്തിന്റെ കളക്ഷൻ നിന്ന് കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 10ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 1,67,00,000 രൂപ ട്രാക്കിംഗ് കളക്ഷൻ നേടിയ സിനിമ 11ാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത് 2,11,00,000 രൂപയാണ്. 10ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 3,25,00,000 രൂപ ഗ്രോസ് നേടിയ സിനിമ ഇന്ന് ചിത്രത്തിന്റെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 4 കോടി 4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 24 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 10 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 38 കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ 11ാം ദിവസമായി ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 48 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. നാളത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അങ്ങനെ ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ആദ്യത്തെ 50 കോടിയിലേക്ക് ചിത്രം എത്തപ്പെടാൻ പോവുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി.